അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതേപോലെ ഇടികലെടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരത്താനുള്ള കിടിലൻ ടിപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഗ്രാമ്പു അതേപോലെ തന്നെ കറുവാപ്പട്ട അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇടികലിനകത്ത് ഇടിച്ചെടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു എസെൻസ് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിൽ ഇറങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടികലിനകത്തൊന്ന് ഇടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളിയും അതേപോലെ തന്നെ കറുവാപ്പട്ട ഗ്രാമ്പ് അതേപോലെ അതിനകത്ത് തക്കോലമുണ്ട്, അത് എല്ലാം കൂടെ ഒന്ന് ഇടിച്ചെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ഇട്ട് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് പല്ലിയും എലിയേയും പാറ്റ ഉറുമ്പ് എല്ലാത്തിനും ഒന്നിച്ച് തുരത്താനായിട്ട് പറ്റും ഈ ഒരു കിടിലൻ ടിപ്പ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതിനകത്ത് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചതച്ച് ആ കൂട്ടതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് ഒന്ന് 1/2 ഗ്ലാസ്സെങ്കിലും അതൊന്ന് വറ്റി വരുന്ന രീതിയിലൊന്ന് തിളച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു മണം അതിനകത്തോട്ട് കിട്ടും. നമുക്കിനി അടുപ്പത്ത് വെച്ചേക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കിച്ചണിൽ, പ്രത്യേകിച്ച് വെളുത്തുള്ളിയും മറ്റേ മസാലയുടെ എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒരു കുപ്പിയിലോട്ടാക്കുക. അത് സ്പ്രേ ബോട്ടിലിനകത്തോ സാധാ കുപ്പിയിലോ, ഞാനിപ്പോൾ സാധാ കുപ്പിയിലാണ് എടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് കുപ്പിയിൽ മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതുകൊണ്ട് കുപ്പിയിലോട്ട് ഒഴിക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഈ ടിന്നിനകത്തോട്ട് ഒഴിച്ചിട്ട് കുപ്പിയിൽ ഒഴിക്കുകയാണെങ്കിൽ ഒട്ടും താഴെ പോകാത്ത രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് വേണം നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഒച്ചിൻ്റെ ശല്യം, അതേപോലെ തന്നെ പാമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഇഴജന്തുക്കൾ, വല്ലവനെ എലി പെരിച്ചാഴി വരുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക. മഴ സമയത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ ഭാഗത്തെല്ലാം കൊണ്ട് കിണറിൻ്റെ ഭാഗത്തെല്ലാം ഒച്ചൊക്കെ ഇരിക്കും.